friends, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പോപ്പുലർ ഇന്ത്യൻ സ്വീറ്റ് ആയിട്ടുള്ള പഫ്ഡ് റൈസ് ലഡു അല്ലെങ്കിൽ പൊരി ലഡു എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. 3 ചേരുവകൾ മാത്രമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റം തന്നെയാണ് ഇത്. അപ്പോൾ ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിംഷാസ് കിച്ചൺ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് പൊരി ഉപയോഗിച്ചിട്ടുള്ള ലഡു അല്ലെങ്കിൽ പഫ്ഡ് റൈസ് ലഡു എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 250 ml കപ്പിൽ 3 കപ്പ് പൊരിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കണ പൊരി സോഫ്റ്റ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇതുപോലെ പൊടിച്ചെടുക്കുന്ന സമയത്ത് പൊടിയണില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. പാനിലിട്ടിട്ട് ഓയിലോ നെയ്യോ ഒന്നും ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒന്നും ചെയ്തെടുക്കണില്ല, ഇത് നേരിട്ട് തയ്യാറാക്കി എടുക്കുക തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള പൊരി തന്നെ ഉപയോഗിക്കുമ്പോഴായിരിക്കും കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഇനി ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അളവിൽ ശർക്കര ചീകിയതാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കടായിക്ക് ചൂടുണ്ടായിരിക്കണം ശർക്കര ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. ഇതിലേക്ക് നമ്മളിനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കില്ല. ശർക്കര ചൂടായിട്ട് വരുന്ന സമയത്ത് ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നോളും. അപ്പോൾ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. ചീകിയെടുക്കുക ശർക്കര. വലിയ കഷ്ണങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിക്കാതെ മെൽറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടോ. പിന്നെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശർക്കര എടുക്കുന്ന സമയത്ത് മണ്ണോ കല്ലോ ഒന്നും ഇല്ലാത്ത ശർക്കര തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോഴായിരിക്കും നന്നായിട്ട് വരിക. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഉരുകിയിട്ടൊരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഒന്നും കൂടി അത് നന്നായിട്ട് ഉരുകി വന്നോളൂ കേട്ടോ. അപ്പോൾ ലൂസായിട്ട് തന്നെ മാറിക്കോളും. നിങ്ങളൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുത്താൽ മതി. നമ്മൾ ഷുഗറൊക്കെ ക്യാരമലൈസ് ചെയ്തെടുക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഇതിപ്പോൾ ഒന്ന് ലൂസായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ബബിൾസൊക്കെ ഇതുപോലെ വരുന്നത് കാണാം. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കായയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് ഞാനിപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടി ഒരുമിച്ച് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുക്ക് പൊടിച്ചെടുത്തത്, അതായത് ചുക്കിൻ്റെ പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചുക്കൊന്നും ചേർത്ത് കൊടുക്കണില്ല, ഏലക്കായ മാത്രമേ ചേർക്കണുള്ളൂ. ഇതൊന്നും ചേർക്കാതെയും അങ്ങനെ തയ്യാറാക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ബബിൾസ് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഒരു 2 ഡ്രോപ്സ് എടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് കൈകൊണ്ട് ഇങ്ങനെ എടുക്കണ ഇത് കണ്ടില്ലേ, ഒരു ബോൾ പോലെ ഇങ്ങനെ വരും. പക്ഷേ സോഫ്റ്റ് ബോൾ കൺസിസ്റ്റൻസി എന്നാണ് പറയുന്നതിന്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുമ്പോഴാണ് ഈ ഒരു പൊരിയുടെ ലഡു കറക്റ്റായിട്ട് വരിക. ചില റെസിപ്പിക്കൊക്കെ നമ്മളിത് ഹാർഡായിട്ടുള്ള രീതിയിലാണ് വരേണ്ടത്. അതായത് ഇത് കുറച്ചും കൂടി സമയം നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇത് ഹാർഡായിട്ട് വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പൊരിയുടെ ലഡു ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആയിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് പൊരി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊരിയുടെ എല്ലാ ഭാഗത്തോട്ടും ഈ ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് കോട്ടായിട്ട് വരണം, അത്രയും തന്നെ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴും നന്നായിട്ട് തന്നെ വരും. ഒരുപാട് അളവിലൊന്നും വേണ്ട, കുറച്ച് തന്നെ മതി. ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ലഡുവിൻ്റെ അതായത് ആ ഒരു രീതിയിൽ ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഒരുപാട് ചൂടോടുകൂടി നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല, പക്ഷേ ഒരുപാട് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് ചൂടോടുകൂടി നമുക്ക് ഉരുട്ടിയെടുക്കേണ്ടി വരും. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് തന്നെ വരിക കേട്ടോ. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഒന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ. അതിനുശേഷം നമുക്കിത് ചെറിയ ചൂടോടുകൂടി, അതായത് അത്യാവശ്യം കുറച്ചൊരു ചൂടുണ്ടായിരിക്കും, അതായത് കയ്യിൽ പിടിച്ച് ഉരുട്ടിയെടുക്കാവുന്ന ഒരു ചൂടോടുകൂടി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഉരുട്ടി കൊടുക്കുക. പക്ഷേ പൊടിഞ്ഞു പോരുത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത്. കണ്ടില്ലേ, നമുക്കിത് ഈസി ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ഇതുപോലെ ബോൾസാക്കി കൊടുക്കുക. ഇത് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ആകെ 3 ചേരുവകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ശർക്കര ഉരുക്കിയെടുക്കുന്നതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയും അതുപോലെ ഇത് ചൂടോടുകൂടി ഉരുട്ടിയെടുക്കണമെന്ന് മാത്രമാണ് ഇതിൽ ട്രിക്കി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. എണ്ണയോ അങ്ങനെ വേറെ ഒന്നും തന്നെ ഇതിലേക്ക് ചേർക്കണില്ല, പിന്നെ ശർക്കരയാണ്. അതാവുമ്പോൾ എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയായിട്ട് മാറും. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇത് നമുക്ക് 2 ആഴ്ച വരെയൊക്കെ കേടുകൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്ക് കൂടിയാണ്.
ഇത് തയ്യാറാക്കിയതിന് ശേഷം തണുത്ത് കഴിഞ്ഞിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ പൊരിയുടെ ലഡു റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. ചിലവർ ഇതിലേക്ക് നാളികേരം കൂടി ചേർത്തിട്ട് തയ്യാറാക്കി എടുക്കാറുണ്ട്. പക്ഷേ നാളികേരം ചേർത്ത് കഴിയുമ്പോൾ ഇത് അധികം ദിവസം ഇരിക്കില്ല. നമ്മൾ സാധനം പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് എപ്പോഴും കാണാറ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയാണ് വീണ്ടും കാണാം.